UPI വഴി ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം. അധിക ചാർജ് ഈടാക്കും. ATM-കളിൽ നിന്ന് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാതെ UPI വഴി പണം പിൻവലിക്കുന്ന സംവിധാനത്തിന് ബാങ്കുകൾ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പുതിയ നിയമം അനുസരിച്ച് ഓരോ മാസവും അനുവദിച്ചിട്ടുള്ള സൗജന്യ ഇടപാടുകളുടെ പരിധി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ അധിക തുക നൽകേണ്ടി വരും. നിശ്ചിത പരിധിക്ക് ശേഷമുള്ള ഓരോ ഇടപാടിനും 23 രൂപ വീതമാണ് അധിക ചാർജായി ഈടാക്കുക. കാർഡില്ലാതെ പണം പിൻവലിക്കാവുന്ന ഇന്ററോപ്പറബിൾ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോയൽ സേവനത്തിനാണ് ഈ നിരക്ക് ബാധകം. ബാങ്കുകൾ നൽകുന്ന സാധാരണ ATM സൗജന്യ പരിധിയിൽ തന്നെയായിരിക്കും ഈ UPI ഇടപാടുകളും ഉൾപ്പെടുക. നിലവിൽ മിക്ക ബാങ്കുകളും മാസത്തിൽ 3 മുതൽ 5 വരെ സൗജന്യ ഇടപാടുകളാണ് നൽകുന്നത്. സാങ്കേതിക ചെലവുകളും ATM മെയിൻ്റനൻസ് ചാർജുകളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബാങ്കുകളുടെ ഈ തീരുമാനം. ഡെബിറ്റ് കാർഡ് കയ്യിലില്ലാത്ത സാഹചര്യത്തിൽ QR കോഡ് സ്കാൻ ചെയ്ത് പണം പിൻവലിക്കുന്നത് വലിയ ജനപ്രീതി നേടിയിരുന്നു. എന്നാൽ പുതിയ ചാർജ് വർധനവ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ബാങ്ക് ശാഖകളിൽ നിന്നും മറ്റ് ATM-കളിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ ഉപഭോക്താക്കൾ ഇനി മുതൽ ഈ നിരക്കുകൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. പ്രമുഖ ബാങ്കുകളും ഈ പുതിയ നിരക്കുകൾ ഔദ്യോഗികമായി നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ വിനിമയങ്ങൾ വർദ്ധിപ്പിക്കാനും ATM-കളിലെ തിരക്ക് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ബാങ്കുകൾ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEI ED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.